ഹായ് ഹലോ ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ ആ കാര്യം പറയുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരത്തിനെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കുമെന്നും പറയുകയാട്ടെ ചെയ്യുന്നത്. സാമ്പത്തിക തട്ടിപ്പാണ് അവൻ നടത്തിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാട്ടെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഭരത്തിന് ഓഫീസിൽ വെച്ച് പുലർത്താൻ പറ്റില്ല എന്നൊക്കെ കാവ്യയോട് കൃഷ്ണ പറയുകയാണ്. കാവ്യയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, ഒന്നെങ്കിൽ അവനെ ജയിലിൽ പറഞ്ഞയക്കും, അല്ലെങ്കിൽ അവൻ ഈ ഓഫീസിൽ നിൽക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജയമോഹിനിക്കും അതുപോലെ തന്നെ കാവ്യയ്ക്കൊക്കെ അപ്പോൾ ടെൻഷനായി. കാവ്യ ഒന്നും തന്നെ മറുപടി പറയാതെ തന്നെ അകത്തേക്ക് പോവാട്ടോ ചെയ്യുന്നത്. കാവ്യയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്തായാലും ഭരത്തിൻ്റെ അടുത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ളത്. അതിനുശേഷം തന്നെ കൃഷ്ണയും അതുപോലെ തന്നെ മണിക്കുട്ടിയും കൂടി സംസാരിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മണിക്കുട്ടി കൃഷ്ണയോട് പറയുന്നുണ്ട്, അമ്മമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായി അച്ഛ എന്ന് പറയുന്നുണ്ട്. അവരാണ് ഭരത്തിനെ ഇത്രയും വഷളാക്കി വെച്ചിട്ടുള്ളത്, മറ്റാരും തന്നെയല്ല. അതുകൊണ്ട് അവർ കുറച്ച് അനുഭവിക്കേണ്ടതാണ്. മോളോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും യാതൊരു തര കാര്യമൊന്നുമില്ല. അവർ ചെയ്തു വെച്ചിട്ടുള്ളതിൽ എല്ലാം തന്നെ അവർക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നൊക്കെ കൃഷ്ണ മണിക്കുട്ടിയോട് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ഉമ്മ അവിടേക്ക് ജ്യൂസുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ തന്നെ മണിക്കുട്ടി പറയുന്നുണ്ട്, അച്ഛന് ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്ന് പറയുന്നുണ്ട്. അയ്യോ, ചായ ഇപ്പോൾ കുടിക്കേണ്ട, ഈ ജ്യൂസ് ഞാൻ കൃഷ്ണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് കഴിക്കുക എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കാവ്യ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോഴത്തേനും മണിക്കുട്ടിക്ക് മനസ്സിലായി, എന്തായാലും കാവ്യ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്തായാലും കുറച്ച് കൂട്ടി പറയാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മയോട് പറയുന്നുണ്ട്, അമ്മ അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ കൂട്ടി പറയാണ്. ഉമ്മയ്ക്ക് എൻ്റെ മനസ്സൊക്കെ മനസ്സിലായി അല്ലേ, അച്ഛന് ഇപ്പോൾ ജ്യൂസാണ് ആവശ്യം എന്നുള്ളത് ഉമ്മേൻ്റെക്ക് മനസ്സിലായോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ മണിക്കുട്ടി. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടേ മണിക്കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ചില ആൾക്കാരെ പോലെ ഒന്നും അറിയാത്തവരെ പോലെ നടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം കൃഷ്ണ ജ്യൂസ് കുടിക്കുക, ഞാൻ സ്ട്രോ കൊണ്ടുവരാൻ മറന്നുപോയി, അതൊന്നും സാരമില്ല ഉമ്മ എന്തായാലും ജ്യൂസ് കൊടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുക കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അതായത് കൃഷ്ണയുടെ മീശയിലൊക്കെ ജ്യൂസിൻ്റെ ഒരു പൊടിയൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. മണിക്കുട്ടി പറയുന്നുണ്ട്, അച്ഛൻ്റെ മീശയിലൊക്കെ ജ്യൂസ് നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ തുടച്ച് തരാം എന്നൊക്കെ പറയുന്നത്, ഞാൻ ടവലെടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേനും ഉമ്മ പറയുന്നുണ്ട്, എന്തായാലും അതൊന്നും വേണ്ട, മോള് പോയി എടുത്തിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ തുടച്ചു കൊടുക്കാം. അങ്ങനെ സാരി തുമ്പുകൊണ്ട് തുടയ്ക്കാനായിട്ട് നിൽക്കുന്ന സമയത്താണ് കാവ്യ അങ്ങോട്ട് ചാടി വീഴട്ടോ ചെയ്യുന്നത്. എന്താ ഇവിടെ ചെയ്യുന്നത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. എന്താ കാവ്യ, എന്താ പ്രശ്നം? അതൊന്നുമല്ല, എന്താ നീ ഇപ്പോൾ കാണിച്ചത്? മണിക്കുട്ടി, നിനക്കറിയില്ലേ, എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്നവളാണല്ലോ. അച്ഛൻ്റെ മീശ വളർന്നിട്ടുണ്ടെങ്കിൽ ട്രിം ചെയ്യാനായിട്ട് നിന്നോട് ഇനി വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ മണിക്കുട്ടി എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അല്ല, അത് പിന്നെ ഞാനത് മറന്നുപോയി എന്ന് പറയാണ്. അത് ചെയ്തു കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. നീ ഉത്തരവാദിത്തമുള്ള മോളാണല്ലോ, എല്ലാ കാര്യങ്ങളും നീ ചെയ്യുന്ന വേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാവ്യ തിരിച്ചു പോകുന്നു. പിന്നീട് മീശ ട്രിം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മണിക്കുട്ടിയും അതുപോലെ തന്നെ ഉമ്മയും വരുന്നുണ്ട്. ഉമ്മ കണ്ണാടി പിടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണയോട് പറയുന്നുണ്ട്, ഞാൻ കണ്ണാടി പിടിച്ച് തരട്ടെ? എന്തിനാ ഉമ്മ എനിക്ക് കണ്ണാടി, എനിക്ക് നോക്കാൻ കാഴ്ചയില്ലല്ലോ. അയ്യോ, എനിക്കത് ഞാൻ മറന്നുപോയി അതാട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴും കാവ്യ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ബാത്റൂമിലേക്ക് ബക്കറ്റ് എടുത്ത് വരുന്ന കാവ്യ അത് കണ്ടുകൊണ്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും ആൻറ്റി, എനിക്ക് ശരിയാവില്ല, ആൻറ്റി എന്തായാലും അച്ഛൻ്റെ മീശ ഒന്ന് വെട്ടിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട മോളെ, എനിക്കറിയില്ല. അയ്യോ, അതൊക്കെ ആൻറ്റിക്ക് അറിയാം, ആൻറ്റിക്ക് ഇതെല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, ആൻറ്റി എന്തായാലും ചെയ്യുക എന്നൊക്കെ പറയുകയാണ്. വേണമെങ്കിൽ നാളെ അച്ഛൻ്റെ മുടിയും കൂടി ആൻറ്റി വെട്ടി കൊടുത്തോ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. കാവ്യ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് തന്നെ ഉമ്മ മീശ വെട്ടാനായിട്ട് പോകുന്ന സമയത്ത് അയ്യോ ഓടി വന്നിട്ട് കാവ്യ പറയുന്നുണ്ട്, എന്തായി കാണിക്കുന്നത്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താ അമ്മേ, അച്ഛൻ്റെ മീശ വെട്ടി കൊടുക്കാൻ അമ്മ തന്നെയല്ലേ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് കരുതിയിട്ട് അത് നീ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്, മറ്റാരെ കൊണ്ട് നീ ചെയ്യിപ്പിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ മണിക്കുട്ടിയെ ശാസിക്കാട്ടോ കാവ്യ ചെയ്യുന്നത്. കാവ്യയ്ക്കാണെങ്കിൽ കൃഷ്ണയുടെ മേൽ ആരും ആധിപത്യം സ്ഥാപിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഓടിപ്പരതിച്ച് വരുന്നത്. അപ്പോഴത്തേനും നീ തന്നെ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ പോയാലും മതി, എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കാവ്യ അങ്ങോട്ട് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ജയമോഹിനിയും ഭരത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഭരത്താണെങ്കിലോ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാട്ടോ ചെയ്യുന്നത്. ജയമോഹിനി പറയുന്നുണ്ട്, നിൻ്റെ കള്ളത്തരങ്ങളെല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞു ഭരത്തെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് കഴിഞ്ഞു കാവ്യ. അതുകൊണ്ട് ഇനി ഒരു രക്ഷയില്ല, നിനക്ക് ഇനി ആ ഓഫീസിൽ തുടരാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ നിന്നെ പോലീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നിന്നെ പിരിച്ചു വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രണ്ടായാലും
കമ്പനിയിലേക്ക് ഇനി കാല് കുത്താനായിട്ട് പറ്റില്ല. എന്തായാലും കാവ്യ വിശ്വസിച്ച സ്ഥിതിക്ക് നിനക്ക് അങ്ങോട്ട് കയറാനും പറ്റില്ല എന്നൊക്കെ ജയമോഹിനി ഭരത്തിനോട്